ഹലോ എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു ഇൻഫോർമേറ്റീവ് വീഡിയോ ആണ്. ഒരു പക്ഷേ കുറച്ച് പേർക്ക് ഞങ്ങളൊക്കെ അറിഞ്ഞിരിക്കാം, അറിയില്ലെങ്കിൽ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു വീഡിയോ ആണ്. നമ്മളും ഇപ്പോഴാണ് ഈ ഇൻഫോർമേഷനെ കുറിച്ച് അറിഞ്ഞത്. വേറെ ഒന്നല്ല, നിങ്ങളുടെ കുട്ടികൾ സ്വീഡനിൽ പഠിക്കുകയാണെങ്കിൽ വെക്കേഷന് പോകുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഞാൻ പറയാൻ പോകുന്നത്. ഈ അടുത്തൊരു ആർട്ടിക്കിൾ വന്നിട്ടുണ്ടായിരുന്നു. ഒരു 3 ഫാമിലീനെ, ഇത് നടന്നിരിക്കുന്ന വോൾബർഗിലാണ്. വോൾബർഗ് എന്ന് പറഞ്ഞ സ്ഥലത്താണ്, സ്വീഡനിലെ വോൾബർഗ് എന്ന് പറഞ്ഞ സ്ഥലത്താണ് നടന്നിരിക്കുന്നത്. 3 ഫാമിലീനെ അവിടുത്തെ സ്കൂള് കോർട്ടിലേക്ക് കൊണ്ടുപോയി. മാക്സിമം ഫൈൻ കൊടുത്തിരിക്കുന്നത് എത്രയാണെന്നറിയോ? 82,000 SEK, അതായത് ഒരു 6.5 ലക്ഷം രൂപയോളം ഫൈനാണ് കൊടുത്തിരിക്കുന്നത്. മറ്റൊരു ഫാമിലിക്ക് 20,000 രൂപയും വേറെ ഫാമിലിക്ക് 900 SEK. ഇതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇടാം. വേറെ ഒന്നല്ല, നിങ്ങൾക്ക് ഇവിടെ അറിയായിരിക്കാം 1 മുതൽ 9 വരെയുള്ള ക്ലാസ്സുകൾ ഇവിടെ കമ്പൽസറി ആണ്. അതായത് നമുക്ക് വെക്കേഷൻ അല്ലാത്ത സമയത്ത് അല്ലാതെ നമുക്ക് ലോങ് പീരീഡ് വെക്കേഷൻ എടുക്കാൻ അലൗഡ് അല്ല. നമുക്ക് സിക്ക് കാര്യങ്ങളൊക്കെ വരികയായിരിക്കും, അതല്ല നമ്മൾ ലോങ് ആയിട്ട് വേറെ വെക്കേഷന് പോവുകയാണെന്നുണ്ടെങ്കിൽ അത് അലൗഡ് അല്ല. ഇപ്പൊ ഈ പറഞ്ഞിരിക്കുന്ന ഫാമിലി അവരുടെ കുട്ടികളെ തായ്ലൻഡിലേക്ക് വെക്കേഷന് കൊണ്ടുപോയതിനെയാണ് ഇവരിപ്പോ ഫൈൻ കോർട്ടിലേക്ക് കൊണ്ടുപോയിട്ട് ഫൈൻ ഇടിപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ഇൻഫോർമേഷൻ കറക്റ്റ് സമയത്താണ് നമ്മൾ കാണുകയും ചെയ്യുന്നത്. കാരണം ഞങ്ങളും വിചാരിച്ചിട്ടായിരിക്കണം നമ്മൾ നാട്ടിൽ പോണ സമയത്ത് ജസ്റ്റ് ഒരു മെയിൽ അയച്ച്, പ്രിൻസിപ്പാളിന് മെയിൽ അയച്ച് നമുക്ക് പോവാന്നാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. നമ്മൾ സാധാരണ എപ്പോഴും വെക്കേഷൻ ടൈമിൽ എന്ന് പറയുമ്പോൾ ജൂൺ ജൂലൈ ടൈമിലാണല്ലോ നമ്മൾ എടുക്കാറ്. ഇപ്പോൾ നമുക്കിപ്പോൾ അതിൻ്റെ ഇടയിൽ എങ്ങാനും ഒരു അത്യാവശ്യമായിട്ട് പോവുകയാണെന്നെങ്കിലും ഒരു വെക്കേഷൻ എടുക്കണം എന്ന് എന്തെങ്കിലും ഉണ്ടെങ്കിൽ പ്രൊസീജിയർ എപ്പോഴും നമ്മൾ പ്രിൻസിപ്പാളിനെ അയച്ചിട്ട് യാതൊരു കാരണം, നമുക്ക് 2 പ്രാവശ്യം ഞങ്ങൾ ഓൾറെഡി പ്രിൻസിപ്പാളിനെ അയച്ചു, നമുക്ക് യാതൊരു റിപ്ലൈ ഉണ്ടായിരുന്നില്ല. അപ്പോൾ പിന്നെയാണ് നമ്മൾ മനസ്സിലാക്കിയത്, നമുക്ക് ഇത് ആദ്യം കമ്മ്യൂണിന്റെ സൈറ്റില് ഒരു ഓപ്ഷൻ ഉണ്ട്. ഞാൻ അതിന്റെ ലിങ്കും ഡിസ്ക്രിപ്ഷനിൽ ഇടാം, ചെക്ക് ചെയ്താൽ മതി. അപ്പോൾ ഫോം ഫില്ല് ചെയ്യുന്ന സമയത്ത് അതിൽ എത്ര ദിവസമാണ്, എന്തൊക്കെ ഡീറ്റെയിൽസ് കൊടുക്കുന്ന സമയത്ത് അതിലുണ്ടായിരിക്കും എന്താണ് റീസൺ, ഇത് എടുക്കണമെന്നുണ്ട് എന്താണ് റീസൺ എന്നുള്ള, മെഡിക്കൽ ആണെങ്കിൽ മെഡിക്കൽ, അല്ലെങ്കിൽ വേറെ എന്താണ് പർപ്പസ് എന്ന് വെച്ചാൽ അതവിടെ ഇട്ടതിന് ശേഷം നമുക്ക് സബ്മിറ്റ് ചെയ്യാം. ഈ കമ്മ്യൂണിറ്റി സൈറ്റിൽ കയറി നമ്മൾ ആദ്യം ആർക്കാണ് നമ്മൾ സിക്ക് ഇടാൻ പോണത് എന്നുള്ളത് നോക്കണം. അപ്പോൾ വേറൊരു കാര്യം എന്ന് വെച്ചാൽ, നിങ്ങളിപ്പോൾ നിങ്ങളുടെ കുട്ടി പ്രീ സ്കൂളിൽ പഠിക്കേണ്ടതെന്ന് വരിക, അവർക്ക് ഇത് ബാധകമല്ല. അതവിടെ അവിടുത്തെ ടീച്ചറോടോ അവർ പ്രിൻസിപ്പാളിനോ നമ്മുടെ IST എന്ന് പറഞ്ഞിട്ടൊരു ഇവർക്കൊരു സൈറ്റ് ഇതുണ്ടല്ലോ, നമുക്ക് ടൈം ടേബിളൊക്കെ നമുക്ക് ലീവ് മാർക്ക് ചെയ്യാം, അവിടെ ഇട്ടാൽ മതി. ബാക്കി ഇത് കമ്പൽസറി എന്ന് പറയുന്നത് 1 to 9 ക്ലാസ് വരെയുള്ള കുട്ടികൾക്കാണ് ഇത് വളരെയധികം കമ്പൽസറി എന്നുള്ളത്. ഓക്കെ, അപ്പൊ ഇത് ആരുടെ പേരിലാണ് വേണ്ടതെന്നുള്ളത് നമ്മൾ അപ്ലൈ ചെയ്തതിന്റെ ശേഷം ഞങ്ങൾക്കൊരു 3-4 ദിവസത്തിന്റെ ഉള്ളിൽ കൺഫർമേഷൻ ആയിട്ടൊരു നമ്മുടെ അവർ കേസ് ആക്സെപ്റ്റഡ് അല്ലെങ്കിൽ റിജക്റ്റഡ് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ അവരുടെ സൈറ്റിൽ തന്നെ കാണാം, നമ്മൾ ലോഗിൻ ചെയ്യുമ്പോൾ കാണാം. ഓക്കെ, അപ്പൊ നമുക്കൊരു 3 ദിവസത്തിന്റെ ഉള്ളിൽ നമുക്ക് ആക്സെപ്റ്റ് കൊണ്ടുവന്നു. ഇത് നമ്മൾ പിന്നെയും നമ്മൾ പ്രിൻസിപ്പാളിന് മെയിൽ അയച്ചു ഇവിടുത്തെ, കാരണം നമുക്കിപ്പോൾ ഇങ്ങനെ വന്നിട്ടുണ്ട്, നിങ്ങൾ അറിഞ്ഞോ അല്ലെങ്കിൽ നമ്മൾ ഇനി വേറെ എന്തെങ്കിലും ചെയ്യണോ എന്ന് ചോദിച്ചപ്പോൾ അപ്പോഴാണ് പ്രിൻസിപ്പാൾ നമുക്ക് അയക്കണം. ഓക്കെ, നമുക്ക് കമ്മ്യൂൺ നമ്മളതിനെ ഇൻഫോം ചെയ്തിട്ടുണ്ട്, ഓക്കെയാണ്, നോ വറീസ്, നിങ്ങൾക്ക് ഇത് എടുക്കാം എന്നുള്ളത്. അപ്പോൾ ഇത് ഇൻഫോർമേഷൻ അറിയില്ലായിരുന്നെങ്കിൽ ഇതിപ്പോൾ മറ്റുള്ളവരും കൂടി ഷെയർ ചെയ്യുക. കാരണം ചിലപ്പോൾ ഇതേപോലെ വലിയ ഫൈനോ എന്തെങ്കിലും വരാൻ ചാൻസ് ഉണ്ട്. കാരണം ഓൾവേസ് റിമെമ്പർ, പ്രീ സ്കൂള് കമ്പൽസറി അല്ല, 1 to 9 വരെയുള്ള ക്ലാസ് സ്കൂളിങ് ഇവിടെ കമ്പൽസറി ആണ്. ഇവിടെ വരുന്ന കുട്ടികൾ അത് കമ്പൽസറി ആയിട്ടും ചെയ്തിരിക്കണം, ഇല്ലാന്നുണ്ടെങ്കിൽ അവരുടെ പാരൻസിന് ഫൈന് പോലുള്ള സംഭവങ്ങൾ വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ വേറെ ഇത്രയേ ഉള്ളൂ. ഇപ്പോൾ നമ്മളിപ്പോൾ അടുത്തൊരു വെക്കേഷന് പോവുകയാണ്, നെക്സ്റ്റ് മന്ത് നമ്മൾ വെക്കേഷന് പോവുകയാണ് ഇന്ത്യയിൽ. അപ്പോൾ ഇത് വളരെയധികം കാരണം ഒരുപാട് പേര് ഇങ്ങനെ ക്രിസ്മസിനോ ഇതിനോ എന്തെങ്കിലും ആവശ്യത്തിന് വേണ്ടിയിട്ടോ ഒക്കെ നമ്മൾ ക്രിസ്മസിന് പോവുകയാണെങ്കിൽ, അല്ല വെക്കേഷന് ക്രിസ്മസിന് ഇതേപോലെ എന്തെങ്കിലും മെഡിക്കലിൻ്റെ റീസണോ എന്തെങ്കിലും ആവശ്യത്തിന് പോവുകയാണെന്നുണ്ടെങ്കിൽ ആദ്യം കമ്മ്യൂണിന്ന് കൺഫർമേഷൻ കിട്ടിയതിന് ശേഷം മാത്രമേ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ ഇത്രയുള്ളൂ. ഈ ഇൻഫർമേഷൻ ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതിപ്പോൾ അറിയില്ല എന്നുണ്ടെങ്കിൽ മറ്റുള്ളവരോടും കൂടി ഷെയർ ചെയ്യുക. അപ്പോൾ ഇത്രയുള്ളൂ. ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണും വരെ ഗുഡ് ബൈ ഫ്രം റിൻ കുഞ്ഞു, ലെക്സി ആൻഡ് ടോപ്പി. ബൈ.